ഇപ്പോൾ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ശ്രീ KP റഹ്മത്തുള്ള കൂടി ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ KP റഹ്മത്തുള്ള, ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ട CPIM ഉയർത്തിക്കൊണ്ടുവന്ന ഒന്നായിരുന്നു ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള UDFന്റെ സഹകരണം. ഇപ്പോഴും അത് അന്തരീക്ഷത്തിൽ നിർത്തുക എന്നൊരു ലക്ഷ്യം CPIMനുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. പ്രത്യേകിച്ച് ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുന്ന സാഹചര്യമുണ്ട്. നിലമ്പൂരിൽ വളരെ കുറവ് വോട്ടുകൾ മാത്രമേ ഈ വെൽഫെയർ പാർട്ടിക്കുള്ളൂ എന്നതാണ് കണക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ ചില സ്വാധീന മേഖലകളൊക്കെ ഉണ്ട് താനും. ഈ വിഷയത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വെൽഫെയർ പാർട്ടിയെ ഒപ്പം നിർത്തുക എന്നത് എത്രത്തോളം പ്രാക്ടിക്കലാകുന്ന ഒന്നാണ്? പ്രത്യേകിച്ച് മുസ്ലിം ലീഗിൻ്റെ ഭാഗത്ത് നിന്ന് അതിൽ വിയോജിപ്പുകളും എതിർപ്പുകളും ഉയരുവാനുള്ള സാധ്യതയില്ല. ഇപ്പോൾ തന്നെ MK മുനീറിനെ പോലെയുള്ളവർ ചില എതിർപ്പുകൾ ഉന്നയിച്ചിട്ടുണ്ട് എന്നാണ് ചില മാധ്യമ റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുമായും വെൽഫെയർ പാർട്ടിയുമായുമെല്ലാം UDF ഉണ്ടാക്കുന്ന ബന്ധം അവർക്ക് നഷ്ടക്കച്ചവടമാകാൻ മാത്രമേ സാധ്യതയുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമി കേരളത്തിലെ മുസ്ലിം സമൂഹത്തിൽ വളരെ ഒരു ചെറിയ ശതമാനത്തിന്റെ മാത്രം പിന്തുണയുള്ള സംഘടനയാണ്. സുന്നി സംഘടനകളെ പോലെയോ മുജാഹിദ് സംഘടനകളെ പോലെയോ സമൂഹത്തിൽ ശക്തമായ സ്വാധീനം ചെലുത്താൻ രൂപീകരിച്ച് 75 വർഷം കഴിഞ്ഞിട്ടും ഈ സംഘടനയ്ക്ക് കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല, മുസ്ലിം ലീഗ് ഉള്ളപ്പോൾ പിന്നെ മറ്റൊരു പാർട്ടിയും ഒരു മുസ്ലിം പാർട്ടിയും UDFൽ വേണ്ട എന്നാണ് ഇത്രയും കാലം മുസ്ലിം ലീഗ് പറഞ്ഞു പോന്നിരുന്നത്. KM ഷാജിയെ പോലെ, MK മുനീറിനെ പോലെ, PK ഫിറോസിനെ പോലെയുള്ളവരൊക്കെ എല്ലാ കാലത്തും ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയങ്ങളെ തന്നെ വളരെ പരസ്യമായി എതിർത്തിരുന്നവരാണ്. അപ്പോൾ അതെല്ലാം ഒഴിവാക്കി മുന്നോക്ക വിഭാഗത്തിന്റെയും ഹിന്ദു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റികളുടെയും ഒക്കെ വോട്ടുകൾ വലിയ തോതിൽ UDFന് നഷ്ടമാകാനുള്ള ഒരു കാരണമായിട്ടാണ് ഈ ബന്ധത്തെ ഞാൻ കാണുന്നത്. എന്ന് മാത്രമല്ല, 2 തവണ ഇപ്പോൾ ഉള്ള UDFന്റെ നേതൃത്വമായ കോൺഗ്രസ് തന്നെ നിരോധിച്ച ഒരു സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് നമ്മൾ മനസ്സിലാക്കണം. സുപ്രീം കോടതിയിലൂടെയാണ് ആ നിരോധനങ്ങളെ അവർക്ക് മറികടക്കാൻ കഴിഞ്ഞത്. മാത്രമല്ല, ഒരു വലിയ വിഭാഗം UDFലാണെങ്കിലും 7 തവണ സതീശൻ മത്സരിച്ചപ്പോൾ വെൽഫെയർ പാർട്ടിയും ജമാഅത്തെ ഇസ്ലാമിയും 6 തവണയും അദ്ദേഹത്തിനെതിരെയാണ് വോട്ട് ചെയ്തത് എന്ന് അദ്ദേഹം തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് കാലം CPMന്റെ കൂടെയായിരുന്നു ഇവർ. CPM ഇപ്പോൾ പറയുന്നതൊക്കെ രാഷ്ട്രീയ മുതലെടുപ്പിനുള്ള കാരണങ്ങളാണെങ്കിലും അടിസ്ഥാനപരമായി ഈ കൂട്ടുകെട്ട് UDFന് വൻ നഷ്ടമുണ്ടാക്കും എന്നതിൽ ഒരു സംശയവുമില്ല എന്നതാണ് പറയാനുള്ളത്.